The figure show a relationship between the sets P and Q. Write this relation in set builder form and roster form. What is its domain and range? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത് സെറ്റ് പിയുടെയും ക്യൂയുടെയും റിലേഷൻ ആണ്. അപ്പോൾ ഈ റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോമിലും നമ്മൾ എഴുതണം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങോട്ട് നോക്കിയേ, ഇത് 5ൽ നിന്ന് 3ലേക്ക്, 6ൽ നിന്ന് 4ലേക്ക്, 7ൽ നിന്ന് 5ലേക്ക് അല്ലേ. അപ്പോൾ 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 3 കിട്ടും, 6ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 4 കിട്ടും, 7ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ ഇതിലുള്ളതിനെയെല്ലാം നമുക്ക് എക്സ് ആയിട്ടും ഇതിലുള്ളതിനെയെല്ലാം വൈ ആയിട്ടും എടുക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ നമുക്ക് y + 2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ y = x - 2 എന്ന് എടുക്കാം ഇല്ലേ. ഇവിടെ 3 എന്ന് പറയുന്നത് 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ y = x - 2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് x = y + 2 എന്ന് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻ സെറ്റ് ബിൽഡർ ഫോമിലാണ് നമ്മൾ ആദ്യത്തേത് എഴുതുന്നത്. R = the set of all x, y such that എന്തെഴുതാം? y = x - 2 where x = എന്തൊക്കെയാണ്? 5, 6, 7. x 5ഉം 6ഉം 7ഉമാണ്. ഇനി റോസ്റ്റർ ഫോമിൽ എഴുതണം. സെക്കൻഡ് വണ്ണിൽ റോസ്റ്റർ ഫോമിൽ നമുക്ക് എളുപ്പമാണ് എഴുതാൻ അല്ലേ. 5ഉം 3ഉം നമുക്ക് റിലേഷൻ ഇവിടെ ആരോ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെഴുതാം? 5, 3, 6, 4, 7, 5. ഇതാണ് റോസ്റ്റർ ഫോമിൽ. ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതണം. ഡൊമൈൻ എന്ത് വരും? ഫസ്റ്റ് എലമെന്റുകളാണ് ഡൊമൈൻ. അപ്പോൾ എന്തൊക്കെയാണ്? 5, 6, 7. റേഞ്ച് എന്ത് വരും? ഈ പെയറിലെ സെക്കൻഡ് എലമെന്റ്സുകളാണ് റേഞ്ച്. അപ്പോൾ 3, 4, 5. 3ഉം 4ഉം 5ഉം ഉണ്ടല്ലോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.